ഹലോ, ഇത് നമ്മുടെ കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള രണ്ടാമത്തെ വീഡിയോ ആണ്. ഞാൻ വിചാരിച്ചൊന്ന് ഡ്രസ് മേക്ക് ഓവർ വീഡിയോ ആക്കിയിട്ടാണ്. അപ്പോൾ വെറുതെ ഒരു ഡ്രസ് മേക്ക് ഓവർ വീഡിയോ എന്ന് പറയാൻ പറ്റൂല. ഇത് കംപ്ലീറ്റ്ലി സീറോ കോസ്റ്റ് ഡ്രസ് മേക്ക് ഓവർ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തായാലും ഒന്നോ രണ്ടോ ഓർഗനൈസറും പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സിസേഴ്സ്, പെയിൻറ്റ്, ബ്രഷ് ഒക്കെ കാണുമല്ലോ. അപ്പം അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ഡെസ്കിലും അതുപോലെ തന്നെ ചുമരിലൊക്കെ ഒട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതിനെയാണ് ഞാൻ സീറോ കോസ്റ്റ് ഡ്രസ് മേക്ക് ഓവർ വീഡിയോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഡെസ്ക് ഒന്ന് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ കിട്ടിയൊരു PVC ഫോം ബോർഡ് അത് ഞാൻ കടയിൽ നിന്ന് കാശ് കൊടുത്ത് മേടിച്ചൊന്നുമല്ല. എൻ്റെ ഒരു അനിയൻ എനിക്ക് കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ. ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്, ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞതുകൊണ്ട് അവ എനിക്ക് വെറുതെ കൊണ്ട് തന്നതാണ്. അപ്പോൾ അതാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഇനി വേണ്ടത് കുറച്ച് പോസ്റ്റേഴ്സാണ് നമ്മുടെ വാളിലൊക്കെ ഒട്ടിക്കാനായിട്ട്. പിൻട്രസ്റ്റ് തിരഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പോസ്റ്റേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് A4 ഷീറ്റിലൊന്ന് പ്രിൻ്റ് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ല. പ്രിൻ്റ് എടുക്കുന്നത് നിസ്സാര കാര്യമാണ്. പിന്നെ നമ്മുടെ കയ്യിലെ ക്യാഷ് ഫുള്ള് ഏകദേശം തീരും. അപ്പോൾ എനിക്കിവിടെ ഒരു A4 ഷീറ്റിൽ കളർ പ്രിൻ്റ് എടുക്കണമെങ്കിൽ തന്നെ 40 രൂപയോളം ആവും കേട്ടോ. അങ്ങനെ നമ്മൾ എത്ര എണ്ണം മേടിക്കും? അപ്പോൾ അതിനെക്കാട്ടി നല്ലത് വീട്ടിൽ കല്യാണ ലെറ്റർ ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു പോർഷൻ പ്ലെയിൻ ആയിരിക്കും, അതുപോലെ തന്നെ നല്ല തിക്നെസ്സും കാണും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള സിമ്പിളായിട്ടുള്ള പിക്ചേഴ്സ് ഒന്ന് പെട്ടെന്ന് തന്നെ പെയിൻ്റ് അടിച്ചെടുക്കുന്നതായിരിക്കും ബെറ്റർ. ഞാൻ അങ്ങനെ ചെയ്തെടുത്തതാണ് കേട്ടോ ഈ ഒരു പിക്ചേഴ്സൊക്കെ. ഇതൊക്കെ നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിതാ ഞാൻ വീഡിയോ കാണിച്ചതുപോലെ തന്നെ ഒരു ഓർഗനൈസർ ഞാനിവിടെ വച്ചിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ഓർഗനൈസർ ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇതിനു മുന്നേയൊക്കെ ഉള്ള ഓർഗനൈസർ ഞാൻ വച്ചപ്പോഴത്തേക്ക് പലതും പലയിടത്താണ്, എല്ലാം അതിൽ ഉൾക്കൊള്ളത്തുമില്ല, ആകപ്പാടെ മെസ്സായി കിടക്കുമായിരുന്നു. ഈ ഒരു ഓർഗനൈസർ വന്നതിന് ശേഷം എല്ലാ സാധനം അതിനകത്ത് തന്നെ ഏകദേശം ഉൾക്കൊള്ളുകയും ചെയ്യും. എനിക്ക് പെട്ടെന്ന് ഫൈൻഡ് ചെയ്ത് കണ്ടെത്തി യൂസ് ചെയ്യാനും പറ്റും. പിന്നെ ഞാനൊരു ചെടി ഇതുപോലെ ഒന്ന് വച്ചു കൊടുത്തു. പിന്നെ ഒരു ഡോൾ വെച്ചു കൊടുത്തപ്പോഴത്തേക്ക് എനിക്കത് അത്രയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് പിന്നീട് മാറ്റാണ് കേട്ടോ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ഡോള് മാറ്റിയത് കൊണ്ട് പിന്നെ ഞാൻ വേറൊരു ക്രാഫ്റ്റ് കൂടെ ചെയ്തെടുത്ത് വച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച ഈ ഫോം ബോർഡില്ലേ, ഈ ഒരു ഫോം ബോർഡാണ് ഞാൻ ഈ സൈഡിൽ വെച്ചേക്കുന്നത്. അത് വെച്ചിട്ട് ഞാൻ ഒരു വാൾ ഡെക്കർ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന മാതിരി ഒരു വാൾ ഡെക്കർ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഞാൻ ഏതെടുത്താലും പേസ്റ്റൽ കളറാണ് കേട്ടോ ചൂസ് ചെയ്യാറുള്ളത്. എന്താണെന്നറിയില്ല, ഈ പേസ്റ്റൽ ഷെയ്ഡിന് ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഞാൻ പിങ്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ ഒരു പീസും കൂടി ഫ്ലവറിൽ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഇത് നമ്മുടെ സെല്ലോ ടേപ്പല്ലല്ലോ, മറ്റേ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് വാള് സ്റ്റിക്ക് ചെയ്യുകയാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ഇനി അടുത്ത ഒരു മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഈ കാണുന്ന പെൻകിനാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. ഡെസ്കിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഡെസ്കിൽ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ.